Dear student, Assalamu alaikum. In this video class, we want to discuss commutative property of rational numbers. Previous class we discussed closure property of rational numbers, closure property of integers, closure property of all numbers. Okay, then let us start our today topic. Okay, commutative property of rational numbers. First case, all numbers. All numbers in the case commutative property check here. Well, what is a commutative property? What is a commutative property? എങ്ങനെയാണ് commutative property check ചെയ്യുക? Look, A and B are two rational numbers. A and B are two rational numbers. Then check A plus B equal to B plus A. A plus B equal to B plus A. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതായത് എ ആൻഡ് ബി ആർ ടു റാഷണൽ നമ്പേഴ്സ് ഓർ ഇൻഡിജേഴ്സ് ഓർ ഓൾ നമ്പേഴ്സ്. അപ്പോൾ എയും ബിയും രണ്ട് ഓൾ നമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്നുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ദിസ് കമ്മ്യൂട്ടേറ്റീവ്, അതർവൈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ദെൻ ഫസ്റ്റ് കേസ് നമ്മൾ ഓൾ നമ്പേഴ്സിന്റെ കേസ് എടുക്കാം. ഓൾ നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ നോക്കാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓൾ നമ്പേഴ്സ്. സെലക്ട് ടു ഓൾ നമ്പേഴ്സ്. ഹിയർ 2 and 3 are two all numbers. Then check A plus B equal to B plus A. 2 plus 3 equal to 5. 2 plus 3 equal to 5. Then B plus A, check B plus A. B plus A means 3 plus 2. 3 plus 2 equal to 5. Yes, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ. മീൻസ് A plus B equal to B plus A രണ്ടിനും ഒരേ വാല്യൂ ആണ് കിട്ടുന്നത്. ഈ ഒരു എക്സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ 2 plus 3 equal to 5 എന്ന് കിട്ടി. അതേപോലെ തന്നെ 3 plus 2 equal to 5. A plus B ചെയ്തപ്പോഴും B plus A ചെയ്തപ്പോഴും സെയിം ആൻസർ 5. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ യെസ് കമ്പ്യൂട്ടേറ്റീവ്. ഇനി ഒരു എക്സാമ്പിൾ സെലക്ട് ചെയ്യാം. അനദർ എക്സാമ്പിൾ. ഓക്കെ, 5 and 4 the two whole numbers. Then 5 plus 4 equal to 9. Then 4 plus 5 equal to 9. 5 plus 4 equal to 9 and 4 plus 5 equal to 9. Same answer. അപ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ കേസിൽ. Therefore all numbers are commutative under addition. അഡീഷന്റെ കേസാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യണത് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണെന്ന് ചെക്ക് ചെയ്യും. രണ്ട് എക്സാമ്പിൾ എടുത്ത് ചെയ്യുമ്പോൾ അല്ലേ, യെസ് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. Therefore in case of addition all numbers are commutative or all numbers are commutative under addition. All numbers are commutative under addition. Remark, all numbers are commutative under addition. Okay, then subtraction. In case of subtraction നമുക്ക് all numbers ന്റെ കേസ് നോക്കാം. In case of subtraction നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്, ടേക്ക് two all numbers 3 and 4. Then subtract these two numbers. Okay, 3 minus 4 equal to minus 1. 3 minus 4 equal to minus 1. Then change the position, means B minus A. Check B minus A. First എന്താ ചെക്ക് ചെയ്ത് A minus B. First A minus B ചെക്ക് ചെയ്യുക, then B minus A. ഓക്കെ, അപ്പൊ A minus B ചെക്ക് ചെയ്യുമ്പോൾ 3 minus 4 1. Sorry, minus 1. Then B minus A 4 minus 3. 4 minus 3 equal to 1. Minus 1 not equal to 1. ഈ ഒരു എക്സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ minus 1 not equal to 1. Therefore all numbers are not commutative under subtraction. All numbers are not commutative under subtraction because
ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇൻ കേസ് ഓഫ് സബ്ട്രാക്ഷൻ, രണ്ട് ഹോൾ നമ്പേഴ്സ് എടുത്തിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ എന്നാണ് കിട്ടുന്നത്. ലുക്ക് എക്സാമ്പിൾ അല്ലേ, 3 and 4 2 ഹോൾ നമ്പർ സെലക്ട് ചെയ്തു. അപ്പോൾ 3 - 4 ചെയ്തപ്പോൾ -1, ബട്ട് 4 - 3 ചെയ്തപ്പോൾ 1. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. മീൻസ് എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ഏത് കേസിൽ? സബ്ട്രാക്ഷന്റെ കേസിൽ. Therefore all numbers are not commutative under subtraction. Remark: all numbers are not commutative under subtraction. Okay, then next, multiplication. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്യാം കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. ലുക്ക്, ടേക്ക് 2 ഹോൾ നമ്പേഴ്സ് 5 and 3, then multiply 5 into 3 equal to 15. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കമ്മ്യൂട്ടേറ്റിവിറ്റി ആണ് ഇൻ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ a into b ഈക്വൽ ടു b into a ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയും, അതർവൈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ലുക്ക്, 5 and 3 are 2 whole numbers. Then multiply 5 into 3, 15. Yes. Then 3 into 5. 3 into 5, 15. Same answer. Both cases. ഈ രണ്ട് കേസിലും എന്താണ്? സെയിം ആൻസർ ആണ് വരുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ആണോ? All numbers are commutative in case under multiplication. ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. 3 and 2 all numbers. Then 3 into 2, 6. Then 2 into 3, 6. Yes. Therefore, in case of multiplication, all numbers are commutative. In case of multiplication, all numbers are commutative. Okay. Then next, division. ഡിവിഷന്റെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്യാം കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, ഓൾ നമ്പേഴ്സ് ഡിവിഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 6 and 2. Then a divided by b equal to b divided by a ആണോ ചെക്ക് ചെയ്യാം. a divided by b equal to b divided by a ആണെങ്കിൽ is commutative, otherwise not commutative. Okay, then 6 divided by 2 equal to 6 by 2 equal to 3. Then 2 divided by 6, 2 divided by 6 equal to 2 by 6 equal to 1 by 3. 1 by 3 not equal to 3. 1 by 3 not equal to 3. Therefore, all numbers are not commutative under division. All numbers are not commutative under division. Remark, all numbers are not commutative under division. Did you get clear? Okay. All numbers in the case നമ്മളിവിടെ ചെക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഈ കേസിൽ അഡീഷന്റെ കേസിൽ എസ് കമ്മ്യൂട്ടേറ്റീവ്, സബ്ട്രാക്ഷന്റെ കേസിൽ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എസ് കമ്മ്യൂട്ടേറ്റീവ്, ഡിവിഷന്റെ കേസിൽ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ദെൻ നെക്സ്റ്റ് ഇൻഡിജേഴ്സ്. സെലക്ട് ഇൻഡിജേഴ്സിന്റെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻഡിജേഴ്സിന്റെ ഫസ്റ്റ് സെലക്ട് 2 integers, -1 and 2. 2 integers. Then അഡീഷന്റെ കേസ് ഫസ്റ്റ് രണ്ടും ആഡ് ചെയ്ത് നോക്കുക അല്ലെ. ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അപ്പൊ ഇനിയുള്ളത് ഇൻഡിജേഴ്സ് ആണ് കേട്ടോ. ഇൻഡിജേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഡിജേഴ്സ്. ഓക്കെ, -1 + 2 equal to -1 + 2 equal to 1. What is the answer? -1 + 2. Yes, 1. Okay, then 2 + -1, b plus a. Here a and b are 2 integers. Then first check a plus b. എന്താ കിട്ടിയേ? 1. Then b plus a.
2 plus minus 1 equal to 1. Therefore, integers are commutative under addition. Mark, integers are commutative under addition because a plus b equal to b plus a. A and b are two integers. A plus b equal to b plus a. Therefore, integers are commutative under addition. Integers are commutative under addition. Yes. Then, subtraction. Subtraction case check here. Minus 4 and minus 3. Two integers. Okay, then subtract minus 3 from 4. First subtract minus 3 from 4. 4 minus 3 equal to 4 plus 3 equal to 7. A minus b over. A minus b check A and b are two integers. So 4 minus 3 equal to 4 plus 3. 7. Then next. B minus a. Check b minus a. Minus 3 minus 4 equal to minus 7 equal to minus 7. Minus 3 minus 3 minus 4 equal to minus 7. 7 not equal to minus 7. Look, 7 not equal to minus 7. Subtraction case രണ്ട് integers എടുത്ത് subtract ചെയ്ത് നോക്കുമ്പോൾ a minus b not equal to b minus a. അല്ലേ, ഈ എക്സാമ്പിളിലൂടെ അതല്ലേ കാണാൻ കഴിയുന്നത്. a minus b not equal to b minus a. രണ്ട് integers വരുമ്പോൾ a minus b not equal to b minus a. Therefore, integers are not commutative under subtraction. Integers are not commutative under subtraction. Remark, integers are not commutative under subtraction. The next, multiplication. Multiplication case രണ്ട് integers select ചെയ്യുക, എന്നിട്ട് multiply ചെയ്യുക. Means a into b check ചെയ്യുക. Then next step b into a check ചെയ്യുക. രണ്ടും equal ആണെങ്കിൽ commutative, otherwise not commutative. Okay. 3 and minus 5, two integers. A negative integer and a positive integer. Then multiply 3 into minus 5 equal to minus 50. Then b into a minus 5 into 3 equal to minus 50. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. any integer, take any integer, a into b equal to b into a. Therefore, integers are commutative. Integers are commutative under multiplication. Integers are commutative under multiplication. Then division. Division is 4 and 2. Then a divided by b means 4 divided by 2 equal to 4 by 2 equal to 2. Then b divided by a. Check b divided by a. 2 divided by 4 equal to 2 by 4 equal to 1 by 2. 1 by 2 not equal to 2. Correct. 2 ഒരിക്കലും 1 by 2 നോട് ഈക്വൽ അല്ലേ. വേറൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഡിവിഷൻ്റെ കേസ് 2 and minus 6. Then 2 divided by minus 6. 2 divided by minus 6 minus 2 by 6 equal to minus 1 by 3. Sorry, minus 1 by 3. Yes, minus 1 by 3. Then minus 6 divided by 2 means b divided by a. Check b divided by a. Minus 6 divided by 2 equal to
minus of 6 by 2 equal to minus 3. Minus 3 not equal to minus 1 by 3. Minus 3 not equal to minus 1 by 3. Therefore, integers are not commutative under division also. Integers are not commutative under division. Okay? Then next, rational numbers. Rational numbers. Rational numbers case commutative ആണോ അല്ലേന്ന് check ചെയ്യാം. In case of addition, subtraction, multiplication and division. Okay, first select two rational numbers 1 by 2 and 3 by 2. Two rational numbers. Then add these two rational numbers 1 by 2 plus 3 by 2 equal to 1 plus 3 4. 4 by 2 equal to 2. Then a plus b over. നമ്മൾ ഫസ്റ്റ് എ പ്ലസ് ബി ചെക്ക് ചെയ്തു. ഒരു അഡീഷൻ്റെ കേസാണ് നോക്കുന്നത്. എ ആൻഡ് ബി ആർ ടു റാഷണൽ നമ്പേഴ്സ്. രണ്ട് റാഷണൽ നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ എ പ്ലസ് ബി ചെയ്തു, ആൻസർ എന്താ കിട്ടിയത്? 2. ദെൻ ബി പ്ലസ് 3 by 2 plus 1 by 2 equal to 3 by 2 plus 1 by 2 equal to 4 by 2 equal to 2. 2 equal to 2. Therefore, case of addition, rational numbers commutative. Okay. Yes. For any two rational numbers a and b, a plus b equal to b plus a. Therefore, division, in case of division, rational numbers commutative. Case of division, rational numbers commutative. Okay, then subtraction. Subtraction case commutative or not. Select two rational numbers 3 by 2 and 4 by 6. Okay, 3 by 2 minus 4 by 6. Check first a minus b. A minus b, 3 by 2 minus 4 by 6 equal to cross multiply ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ? നമുക്കറിയാലോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. 3 into 6 18 minus 2 into 4 8 all divided by 2 into 6 12 equal to 18 minus 8 10 divided by 12 10 by 12. Then b minus a 4 by 6 minus 3 by 2 4 by 6 minus 3 by 2 4 by 6 minus 3 by 2 cross multiply ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. 2 into 4 8 minus 18 12 equal to 8 minus 18 minus 10 equal to 12. Look, 10 by 12 not equal to minus 10 by 12. Therefore rational numbers are not commutative under subtraction. Rational numbers are not commutative under subtraction. Okay, clear? And rational numbers select ചെയ്യുക. a minus b equal to b minus a ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ചെയ്തു, അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. therefore നമ്മൾ എന്ത് പറഞ്ഞു? സബ്ട്രാക്ഷൻ്റെ കേസിൽ റാഷണൽ നമ്പേഴ്സ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്.
Then multiplication case, this is your follow-up activity. But multiplication case commutative ആണോ അല്ലേ? Rational numbers are commutative under multiplication. നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, യുവർ വർക്ക് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ റാഷണൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണോ? ഹൗ, എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ആണോ ചെക്ക് ചെയ്യുക? എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ റിസൾട്ട് ഇവിടെ മാർക്ക് ചെയ്യും. നിങ്ങളുടെ റിസൾട്ട് ഇവിടെ റിമാർക്ക് എന്നുള്ള പോയിന്റിൽ കൊടുക്കുക നിങ്ങളുടെ റിസൾട്ട്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ചെക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഡിവിഷൻ്റെ കേസിൽ നോക്കാം നമുക്ക്. വൺ ബൈ 3 and 6/5 രണ്ട് റാഷണൽ നമ്പേഴ്സ്. നമുക്ക് എ ഡിവൈഡ് ബൈ ബി ചെക്ക് ചെയ്യണം. ദെൻ ആഫ്റ്റർ ബി ഡിവൈഡ് ബൈ എ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ യെസ് കമ്മ്യൂട്ടേറ്റീവ്, അതർവൈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ഇൻ ഫസ്റ്റ് എ ഡിവൈഡ് ബൈ ബി 1/3 divided by 6/5. രണ്ട് റാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ അറിയാലോ. 6/5 റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ 1/3 മൾട്ടിപ്ലൈ ചെയ്യും. 1/3 into 5/6 equal to 1 into 5, 5. 5 divided by 3 into 6, 18. This is the answer, 5/80. Okay, the next b divided by a. b divided by a 6/5 divided by 1/3. 6/5 divided by 1/3 equal to 6/5 into 3/1. 6/5 into 3/1 equal to 3 into 6, 18. 18/5 into 1, 5. 5/18 not equal to 18/5. 5/18 not equal to 18/5. Therefore, in case of division, rational numbers are not commutative. In case of division, rational numbers are not commutative. Okay, clear? Then commutative property നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ ചെക്ക് ചെയ്യും. സോ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ ചെക്ക് ചെയ്യും, ഹോൾ നമ്പേഴ്സിൻ്റെ കേസിലും ചെക്ക് ചെയ്യും. നിങ്ങൾ റിസൾട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നോട്ടിൽ. ഓക്കെ, then let us move the next. Okay, yes, page number 6. Open your textbook, page number 6. Then your homework here. Try these. This is your homework. Page number 6. Try this. Complete the following table. It's your homework. Okay. And thank you. See you next class.